ഒന്നുകൂടി കാണട്ടെ ഇവിടുത്തെ കാഴ്ചകൾ അല്ലേ. ഈ പ്രത്ത് കാണിച്ചത് വേണ്ട വാട്ട് വ്യൂ ഉണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. കൂട്ടുകാരുമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു തർക്കവും വേണ്ട. ആ കോടായതുകൊണ്ടൊന്നും കാണുന്നില്ല കേട്ടോ, അതാ പ്രശ്നം. അതേ ആ മല കയറി പോകണം നമുക്ക്. എനിക്കുണ്ടല്ലോ ശരിക്കത് അവിടെ പോകാൻ തോന്നുന്നുണ്ട്. പക്ഷേ പുള്ളി പെർമിറ്റ് ചെയ്യുമെന്നും എനിക്കത് തോന്നുന്നില്ല. കാരണം നല്ല ദൂരമുണ്ട് അവിടത്തേക്ക് നടന്നു പോകാൻ. ശരിക്കത് കാപ്പിമല മഞ്ഞപ്പുല്ല് വഴി വരുന്ന ഭാഗമാണ് കേട്ടോ അത്. ആ ഭാഗത്ത് നല്ല വ്യൂ ആണ്, നല്ല വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, ഈ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. എന്താ ഭംഗിയെന്നറിയോ പൈതൽമല. ശരിക്കും പൈതൽമല സ്വർഗം തന്നെയാണ്, ഒരു സംശയം വേണ്ട അതിനകത്ത്. വെറുതെ പറയുകയല്ല കേട്ടോ. പറയാനൊക്കെ കേട്ടോ അത് ആ ഭാഗത്ത് എന്തുകൊണ്ടൊരു എനിക്കൊന്ന് അതൊക്കെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കയറി വന്ന പൊട്ടംപ്ലാവാണോ? അല്ല, പൊട്ടംപ്ലാവിൽ നിന്ന് പൊട്ടംപ്ലാവ് ഈ ഭാഗത്താണ് കേട്ടോ, ആ ഭാഗത്താണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതാണ്ടൊക്കെ പള്ളിയോ അങ്ങനെ എന്തൊക്കെ കാണുന്നുണ്ട് ആ ഭാഗത്ത്. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. ശരിക്കും നമ്മുടെ കേരള കർണാടക ബൗണ്ടറി ആണ് കേട്ടോ ഇപ്പം ഉള്ളത്. ആ ഭാഗത്തൊക്കെ മൊട്ട കുന്നുകളാണ് കേട്ടോ. ആ മഞ്ഞപ്പുല്ല് ഭാഗത്ത് നിന്ന് ട്രെക്ക് ചെയ്ത് വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ. ശരിക്കും പൈതൽമലയിൽ ട്രെക്കിംഗ് എന്ന് പറയാനില്ല കേട്ടോ. ശരിക്കും 4 കിലോമീറ്റർ ഇല്ല ഇവിടെ കയറാൻ. ഏകദേശം ഒരു 2 കിലോമീറ്റർ മാക്സിമം. എനിക്ക് തോന്നുന്നു 4 കിലോമീറ്റർ ഇവിടേക്ക് 2 കിലോമീറ്റർ, തിരിച്ച് 2 കിലോമീറ്റർ, അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചത് ഒരു 4 കിലോമീറ്റർ ട്രെക്കിംഗ്. ശരിക്കും ഇവിടത്തേക്ക് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന്, ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇവിടത്തേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം. വലിയൊരു ട്രെക്കിംഗ് എന്ന് പറയാനില്ല. അതായത് നമ്മുടെ റാണിപുരത്തൊക്കെ കാണുന്നില്ല, അത്രയേ ഉള്ളൂ കേട്ടോ.